ഓട്ടപ്രദർശനം നടത്തിയാണ് കുറച്ച് ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു സെൽ സൈക്കിളും അതുപോലെ തന്നെ സൈറ്റോളജി, സെൽ ബയോളജിയും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത, സെൽ സൈക്കിളും അതിൻ്റെ പൈ ഡയഗ്രവും മൈറ്റോസിസും മിയോസിസിൽ പ്രോഫേസുമാണ്. ഈ 4 കോൺസെപ്റ്റ് ഒഴിവാക്കരുത്. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ട്, ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് ഈ 4 കോൺസെപ്റ്റ് നോക്കി വെച്ച് പോവുക. സെൽ സൈക്കിൾ എന്താണെന്ന് പറഞ്ഞാൽ അതൊരു സീക്വൻഷ്യൽ ഇവൻറ്റ്സ് ആണെന്ന് നമുക്കറിയാം. സീക്വൻഷ്യൽ ഇവൻറ്റ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നു? ജീനോമിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുന്നു, സെൽ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഉത്പാദനം നടക്കുന്നു, RNA പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു, ഫൈനലി സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡാറ്റർ സെൽസ് ആയിട്ട് മാറുന്നു. ഈ സീക്വൻഷ്യൽ സ്റ്റെപ്സിനെ ഒന്നിച്ച് ചേർത്താണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. സെൽ സൈക്കിളിനെ പ്രധാനമായിട്ട് 2 ഫേസസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻ്റർഫേസ് എന്നും അതുപോലെ തന്നെ മൈറ്റോട്ടിക് ഫേസ് എന്നും. ഇൻ്റർഫേസ് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഓരോ സെല്ലിനകത്തും ആ ഒരു ഡ്യൂറേഷൻ, സെൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ ഓരോ തരത്തിലാണ്. അതായത് ഏകദേശം 95% സെൽ ഡിവിഷൻ്റെ ഡ്യൂറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇൻ്റർഫേസിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളൊരു 5% മാത്രമാണ് മൈറ്റോട്ടിക് ഫേസിന് വേണ്ടിയിട്ട് ടൈം എടുക്കുന്നത്. ഇപ്പം ഹ്യൂമൻ സെല്ലിൻ്റെ കേസ് ഒരു 24 hour ഡ്യൂറേഷനാണ് അതിൻ്റെ ഒരു സെൽ സൈക്കിൾ പൂർത്തിയാക്കാൻ. അപ്പോൾ അതിൽ ഇൻ്റർഫേസ് എന്ന് പറയുന്ന സ്റ്റേജ് തന്നെ ഏകദേശം 23 മണിക്കൂറോളം ഇൻ്റർഫേസാണ്. ബാക്കി 1 മണിക്കൂർ കൊണ്ടാണ് മൈറ്റോട്ടിക് ഫേസ് നടന്ന് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലായിട്ട് മാറുന്നത്. ഒരു ഈസ്റ്റ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം 90 minutes ആണ് പ്രധാനമായിട്ടും ഡിവിഷന് വേണ്ടി, അല്ലെങ്കിൽ സെൽ സൈക്കിൾ പൂർത്തിയാകാനായിട്ട് വേണ്ടി വരുന്നത്. നമുക്ക് ഇൻ്റർഫേസ് എന്താണെന്ന് നോക്കാം. ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ ഇൻ്റർഫേസ്, ദ ഫേസ് ബിറ്റ്വീൻ 2 ഡിവിഷനാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 സക്സസീവ് സ്റ്റേജുകളിലാണ് ഇൻ്റർഫേസ് കടന്നു പോകുന്നത്. ഇതിന് നമ്മൾ G1 ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഫേസ്, S ഫേസ്, G2 അല്ലെങ്കിൽ ഗ്യാപ്പ് 2 ഫേസ് എന്ന് പറയും. അപ്പോൾ G1 ഫേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും, ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ അവിടെ ജീനോം ഡ്യൂപ്ലിക്കേഷൻ ഒന്നും തന്നെ നടക്കത്തില്ല. RNA പ്രോട്ടീൻ സിന്തസിസ് ആണ് പ്രധാനമായിട്ടും G1 ഫേസിൽ നടക്കുന്നത്. DNA റെപ്ലിക്കേഷൻ ആബ്സെൻ്റ് ആണ്. എന്നാൽ തൊട്ടടുത്ത ഫേസ്, അതാണ് വളരെ ലെങ്തി ആയിട്ട് വരുന്ന ഫേസ്, സിന്തറ്റിക് ഫേസ് ആണ്. അപ്പോൾ അവിടെ നടക്കുന്നത് റെപ്ലിക്കേഷൻ, DNAയുടെ റെപ്ലിക്കേഷൻ, ക്രോമസോമിൻ്റെ റെപ്ലിക്കേഷൻ നടക്കത്തില്ല, DNAയുടെ റെപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു സെല്ലിൽ ടോട്ടൽ DNA 2C ആണ് എങ്കിൽ S ഫേസ് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും? 4C ആയിട്ട് മാറും. ദർ ഈസ് നോ റെപ്ലിക്കേഷൻ ഓഫ് ക്രോമസോം ഇൻ ദിസ് ഫേസ്. ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത് G2 ഫേസ് ആണ്. അപ്പം S ഫേസ് കഴിഞ്ഞാൽ ഡിപ്ലോയിഡ് സെല്ലാണ് എങ്കിൽ ആ നമ്പർ ഓഫ് ക്രോമസോം എത്രയാണോ ആ സെല്ലിലുള്ളത് അതുപോലെ തന്നെ ആയിരിക്കും ക്രോമസോം നമ്പർ വരുന്നത്. ഇനി G2 ഫേസ് എന്ന് പറയുന്നതും സെൽ മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും, ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യും. RNA പ്രോട്ടീൻ സിന്തസിസ് ആണ് പ്രധാനമായിട്ടും G2 ഫേസിൽ നടക്കുന്നത്. അപ്പോൾ അത് പ്രിപ്പറേറ്ററി സ്റ്റേജ് 4 M ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു M ഫേസ് പൂർത്തിയായി കഴിയുമ്പം സെൽ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സെൽ എൻ്റർ ചെയ്യുന്നത് G1 ഫേസ്. അത് കഴിഞ്ഞ് S ഫേസ് കഴിഞ്ഞപ്പോൾ സെല്ലിൻ്റെ നെക്സ്റ്റ് ഡിവിഷൻ, അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജാണ് G2 ഫേസ് എന്ന് പറയുന്നത്. എന്നാൽ ചില സെൽസിനകത്ത്, അതായത് സെൽസിന് എന്തെങ്കിലും ഇഞ്ചുറീസ്, സെൽ ലോസ് ആവുന്നു അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ സംഭവിക്കുമ്പം അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും സെൽ ഡിവിഷൻ നടക്കുന്നത്. അപ്പം അല്ലെങ്കിൽ തന്നെ ഒക്കേഷണലായിട്ടായിരിക്കും. ഇപ്പോൾ ഹാർട്ട് സെല്ലിൻ്റെയൊക്കെ കേസിൽ എപ്പോഴും കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല. അപ്പോൾ ഒക്കേഷണലായിട്ടായിരിക്കും സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. ആ സമയത്ത് മൈറ്റോട്ടിക് ഫേസ് കഴിഞ്ഞാൽ ഉടനെ സെല്ലൊരു പാസീവ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നു. പാസീവ് സ്റ്റേജ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിവിഷൻ്റെ കാര്യത്തിൽ മാത്രമാണ്. സെൽ എന്താണ് മെറ്റബോളിക്കലി അപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ആ ഒരു ഫേസിൽ നമ്മൾ G0 ഫേസ് അല്ലെങ്കിൽ ക്വിസൻ്റ് സ്റ്റേജ് എന്നാണ് പറയപ്പെടുന്നത്. G2 ഫേസ് നടന്നു കഴിഞ്ഞാൽ ഉടനെ നേരെ M ഫേസിലോട്ടാണ് പോകുന്നത്. M ഫേസ് എന്ന് പറയുന്നത് മൈറ്റോട്ടിക് ഫേസ് ആണ്. മൈറ്റോട്ടിക് ഫേസിൻ്റെ പ്രത്യേകതകളൊന്ന് പറയാം. ഒരു ഓർഡിനറി സെല്ലിൽ നടക്കുന്ന ഡിവിഷനാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇതിന് ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? പേരന്റ് സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ടോ അത്രയും ക്രോമസോം ആയിരിക്കും ഡാറ്റർ സെൽസിനകത്ത് വരുന്നത്. ഒരു പേരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡാറ്റർ സെൽസ് ഫോം ചെയ്യുന്നതാണ് മൈറ്റോസിസ്. പ്രധാനമായിട്ടും സെൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡിവിഷനാണ് മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഇഞ്ചുറീസ്, ഡാമേജ് ഒക്കെ വരുമ്പം, സെൽ റിപ്പയർ ഒക്കെ വരുമ്പം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടും ഇത് നടക്കാറുണ്ട്. മൈറ്റോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസ് ലിവിങ് ബോഡിക്കകത്ത് നടക്കാറുണ്ട്. നമുക്കിതിൻ്റെ സ്റ്റേജസ് എന്നതിലേക്ക് നോക്കാം. പ്രധാനമായിട്ടും 4 സബ് സ്റ്റേജുകളാണ്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഫസ്റ്റ് ഇയറിന് നിങ്ങളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരിക്കും. അപ്പോൾ ആ നോട്ട്സും ആ പഠിച്ച പാഠങ്ങളും നന്നായിട്ട് വർക്ക് ചെയ്യുക. അതിനോടൊപ്പം
ഒരു സബ്സിഡിയറി ആയിട്ട് മാത്രം ഈ ക്ലാസ് നിങ്ങൾ കാണുക. അപ്പോൾ പ്രധാനമായിട്ടും മൈറ്റോട്ടിക് ഫേസിൽ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്ന് പറഞ്ഞ 4 സബ് സ്റ്റേജുകളാണുള്ളത്. പ്രോഫേസിന്റെ പ്രത്യേകത എന്താണ്? ന്യൂക്ലിയർ മെമ്പറൈനും ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്യുന്നു, ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്ത് ക്രോമസോമായിട്ട് മാറുന്നു, സ്പിൻഡിൽ ഫൈബേഴ്സ് അപ്പിയർ ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ഗോൾഗി കോംപ്ലക്സും ഡിസപ്പിയർ ചെയ്യും. മെറ്റാഫേസ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? മെറ്റാഫേസിൽ ക്രോമസോം ഇക്വേറ്ററിൽ വന്നിരിക്കുന്നു, സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോമിന്റെ കൈനറ്റോർ കോറിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇക്വേറ്റർ നമ്മൾ മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയാറുണ്ട്. സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ അറ്റാച്ച്മെന്റും ഇക്വേറ്ററിൽ ക്രോമസോംസിന്റെ അറേഞ്ച്മെന്റുമാണ് മെറ്റാഫേസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇതിന്റെ ഡയഗ്രാം തന്നിട്ട് ഏത് ഫേസ് ആണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജ് ആണ്, ആ സ്റ്റേജിൽ നടക്കുന്ന പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ആനാഫേസ് ആണ്. ഇവിടെ നടക്കുന്നത് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു ക്രോമസോമിന്റെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ക്രോമസോം 2 ആകുന്നു. തുടർന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് കണ്ടൻസേഷൻ നടക്കുന്നു, ക്രോമസോം 2 പോളിലേക്ക് മൂവ് ചെയ്യുന്നു ഈ ഒരു സ്റ്റേജിന്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ക്രോമസോം ഒരു ക്രോമസോം 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈക്വൽ ആയിട്ട് ക്രോമസോമാണ് 2 പോളിലേക്ക് പോകുന്നത്. തുടർന്ന് ടീലോഫേസ് സ്റ്റേജ് ആണ്. ഇവിടെ നടക്കുന്ന എന്താണ്? ന്യൂക്ലിയർ മെമ്പറൈനും ന്യൂക്ലിയോലസ് റീഅപ്പിയർ ചെയ്യുന്നു, ക്രോമസോം ക്രൊമാറ്റിൻ ആയിട്ട് മാറുന്നു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ഗോൾഗി കോംപ്ലക്സും റീഅപ്പിയർ ചെയ്യുന്നു. ഇതാണ് ടീലോഫേസ് സ്റ്റേജ്. അപ്പോൾ ഇങ്ങനെ ടീലോഫേസ് ആകുമ്പോൾ നമുക്ക് 2 ഡാർട്ടർ ന്യൂക്ലിയസ് ആണ് കിട്ടുന്നത്. തുടർന്ന് സൈറ്റോകൈനസിസ് നടക്കും. പ്ലാന്റ് സെല്ലിലാണ് എങ്കിൽ സെൽ പ്ലേറ്റ് പ്രൈമറി സെക്കൻഡറി വാൾ ഫോർമേഷനിലൂടെയാണ് സെൽ വാൾ ഫോർമേഷൻ നടന്ന് ഒരു സെല്ല് 2ആയിട്ട് മാറുന്നു. എന്നാൽ അനിമൽ സെല്ലിലാണെങ്കിലോ പ്ലാസ്മ മെമ്പറൈൻ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് ഒരു ഫറോ ഉണ്ടാകുന്നു. അത് ഡീപ്പൻ ചെയ്ത് എൻഡ് ചെയ്ത് അവിടെ എന്താണ് ഒരു സെപ്പറേഷൻ, ക്രോസ് വാൾ ഫോർമേഷൻ നടന്ന് 2 ഡാർട്ടർ സെൽസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ മൈറ്റോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മിയോസിസ്. മിയോസിസ് എന്ന് വെച്ചാൽ എന്താണ്? റീപ്രൊഡക്റ്റീവ് സെൽ ഡിവിഷനാണ്. ഡിപ്ലോയിഡ് സെൽസിനകത്ത് മാത്രം നടക്കുന്ന ഒരു ഡിവിഷനാണ് മിയോസിസ് എന്ന് പറയുന്നത്. മിയോസിസ് പ്രധാനമായിട്ടും 2 സ്റ്റേജസ് ആയിട്ടാണുള്ളത്, മിയോസിസ് 1, മിയോസിസ് 2. മൈറ്റോസിസിലെ പോലെ ഇവിടെയും ഒരു ഇന്റർഫേസ് സ്റ്റേജ് ആദ്യമുണ്ട്. എന്നാൽ മിയോസിസ് 1നും 2നും ഇടയ്ക്ക് ഒരു ഷോർട്ട് ഇന്റർകൈനസിസ് മാത്രമാണുള്ളത്. 2ലും മൈറ്റോസിസിൽ പറഞ്ഞതുപോലെ 4 സബ് സ്റ്റേജുകൾ, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്ന് പറഞ്ഞ 4 സബ് സ്റ്റേജുകളുണ്ട്. അതിൽ മിയോസിസ് 1ലേക്ക് പോകാം. പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രോഫേസ് 1 ആണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഫേസ് ആണ് പ്രോഫേസ് 1. അതിനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് സബ് സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ് എന്ന 5 സബ് സ്റ്റേജുകളാണ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1-നുള്ളത്. അതിൽ ലെപ്റ്റോട്ടീൻ സ്റ്റേജ് എന്താണ് എന്ന് ചോദിച്ചാൽ ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്ത് ക്രോമസോംസ് ആയിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ന്യൂക്ലിയർ മെമ്പറൈനും ന്യൂക്ലിയോലസ് ഒന്നും ഡിസപ്പിയർ ചെയ്യുന്നില്ല. നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പിലൂടെ പോലും ക്രോമസോമിനെ വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ സൈഗോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജിൽ എന്താണ്? ഒരേ തരത്തിലുള്ള ക്രോമസോം, അതായത് സൈസിലും അപ്പിയറൻസിലും ഷേപ്പിലും ഒക്കെ സിമിലാരിറ്റി ഉള്ള ക്രോമസോംസ് ഒന്നിച്ച് നിൽക്കും, പെയറിങ്ങിന് വിധേയമാകും. ഹോമലോഗസ് ക്രോമസോമിൽ നിന്നാണ് ഒരേ തരത്തിലുള്ള ക്രോമസോംസ് എന്ന് പറയുന്ന ഹോമലോഗസ് ക്രോമസോംസിന്റെ പെയറിങ് നടക്കും. ഈ പെയറിങ്ങിനെ നമ്മൾ സിനാപ്സിസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കോംപ്ലക്സിനെ നമ്മൾ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറയും. അപ്പോൾ ഈ സിനാപ്സിസ് നടന്നു കഴിയുമ്പോൾ ക്രോമസോംസ് എന്തായിട്ട് മാറും? ബൈവാലന്റ്. 2 എണ്ണം അടുത്തടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ബൈവാലന്റ് എന്ന് പറയും. ദെൻ സിനാപ്സിസ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈഗോട്ടിൻ സ്റ്റേജ് പൂർണ്ണമാകും. സൈഗോട്ടിൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് പാക്കറ്റീൻ എന്ന് പറയുന്ന സ്റ്റേജാണ്. ഈ പാക്കറ്റിംഗ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ക്രോമസോംസിൻ്റെ ക്രൊമാറ്റിഡ്സിനകത്ത് നമുക്ക് റീകോമ്പിനേഷൻ നോഡ്യൂൾ അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം 2 ക്രോമസോം അല്ലെങ്കിൽ ഹോമലോഗസ് ക്രോമസോംസ് ആണ്. ഇത് ബൈവാലൻ്റ് ആയിട്ട് വരുന്നതാണ്. ബൈവാലൻ്റ് ക്രൊമാറ്റിഡ്സ് ഡബിൾ ചെയ്ത് അത് ടെട്രാഡ്സ് ആയിട്ട് മാറും. അപ്പോൾ ഒരു ക്രോമസോമിന് 2 ക്രൊമാറ്റിഡ്സ് വീതം 2 ക്രോമസോംസിന് 4 ക്രൊമാറ്റിഡ്സ് എന്ന അർത്ഥത്തിലാണ് ബൈവാലന്റിനെ നമ്മൾ ടെട്രാഡ് എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഒരു ക്രോമസോമിന്റെ ക്രൊമാറ്റിഡ്സിനെ നമ്മൾ പരസ്പരം സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്ന് പറയും. എന്നാൽ ഒരു ഹോമലോഗസ് പെയർ എടുക്കുമ്പോൾ 2 ക്രൊമാറ്റിഡ്സ് പരസ്പരം നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. ഇവിടെ ഇത് പറയാൻ കാരണം പാക്കറ്റിൻ എന്ന് പറയുന്ന സ്റ്റേജിൽ റീകോമ്പിനേഷൻ നോഡ്യൂൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രോസിംഗ് ഓവർ നടക്കും. അതായത് ഹോമലോഗസ് പെയർ ക്രോമസോമിൽ ഒരു ക്രോമസോമിന്റെ ക്രൊമാറ്റിഡ് തൊട്ടടുത്ത ക്രോമസോമുമായിട്ട് അതിന്റെ സെഗ്മെന്റ്, അതായത് നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിന്റെ എക്സ്ചേഞ്ച് നടക്കും. അപ്പോൾ ഇത് ക്രോസിംഗ് ഓവർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ബിറ്റ്വീൻ ഹോമലോഗസ് പെയർ ഓഫ് ക്രോമസോം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് കാറ്റലൈസ് ചെയ്യാൻ ഒരു എൻസൈം സഹായിക്കുന്നുണ്ട്. ഈ എൻസൈമിനെ നമ്മൾ റീകോമ്പിനേസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പാക്കറ്റീൻ എന്ന് പറയുന്ന സ്റ്റേജിൽ ക്രോമസോംസിന്റെ
ക്രോസിംഗ് ഓവർ ആണ് നടക്കുന്നത്. അതായത് റീകോമ്പിനേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ 2 ക്രോമസോംസ് ആണ് നടക്കുന്നത്. ഇവല്യൂഷന്റെ പ്രധാനപ്പെട്ട പോയിന്റായ വേരിയേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ഇനി ഇതിനെ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്ന സ്റ്റേജാണ് ഡിപ്ലോട്ടീൻ. പാക്കറ്റീൻ സ്റ്റേജിൽ ക്രോസിംഗ് ഓവർ നടന്ന് ഹോമോലോഗസ് ക്രോമസോംസ് ക്രോസിംഗ് ഓവർ നടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോമോലോഗസ് ക്രോമസോം പരസ്പരം എന്ത് ചെയ്യും, റിപ്പിൽ ചെയ്യാനായിട്ട് തുടങ്ങും. ആ ക്രോസിംഗ് ഓവർ നടന്ന ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം എല്ലാം റിപ്പൽ ചെയ്യും, വികർഷിക്കാൻ തുടങ്ങും. അപ്പോൾ ശരിക്കും നോക്കി ക്രോമസോമിൽ ആ ക്രോസിംഗ് ഓവർ നടന്ന ഭാഗം എന്താണ്, എക്സ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. ഈ എക്സ് ഷേപ്ഡ് സ്ട്രക്ചറിനെ നമ്മൾ കയാസ്മേറ്റ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഡിപ്ലോട്ടീൻ എന്ന് പറയുന്ന ഓരോ ഓർഗാനിസത്തിലും ഓരോ തരത്തിലാണ്. ചില വെർട്ടിബ്രേറ്റ്സിന്റെ ഊസൈഡ്സ് എടുത്തു കഴിഞ്ഞാൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ ഡിപ്ലോട്ടീൻ സ്റ്റേജ് നിലനിൽക്കാറുണ്ട്. ഡിപ്ലോട്ടീനെ തുടർന്ന് വരുന്ന സ്റ്റേജാണ് ഡയാകൈനസിസ്. ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 ആണ് ഡയാകൈനസിസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കയാസ്മേറ്റ എന്ന് പറയുന്ന റീജിയൻ ക്രോസിംഗ് ഓവർ നടന്ന ഭാഗം കയാസ്മേറ്റ ഈ ഹോമോലോഗസ് പെയർ ക്രോമസോമിന്റെ 2 നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിലല്ലേ വരുന്നത്. ഈ കയാസ്മേറ്റ ക്രോമസോമിന്റെ ടിപ്പിലൂടെ അങ്ങ് റിമൂവ് ചെയ്യും. റിമൂവൽ ഓഫ് കയാസ്മേറ്റ അറ്റ് ദ ടിപ്പ് ഓഫ് ക്രോമസോം, ഇത് നമ്മൾ ടെർമിനലൈസേഷൻ എന്നാണ് പറയുന്നത്. തുടർന്ന് പ്രോഫേസിൽ നടക്കുന്ന ചേഞ്ചസ് ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ചെയ്യുന്നു. സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകും. നെക്സ്റ്റ് മെറ്റാഫേസ് 1 ആണ്. മെറ്റാഫേസ് 1 നമ്മൾ നേരത്തെ പറഞ്ഞത് അതേ പോയിന്റ് ആണ്. ഇക്വേറ്ററിൽ വന്ന് മെറ്റാഫേസ് പ്ലേറ്റിൽ വന്ന് ക്രോമസോം അറേഞ്ച് ചെയ്യുന്നു. സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ അറ്റാച്ച്മെന്റ് കൈനറ്റോകോർ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസിൽ ഉണ്ടാകും. അപ്പോൾ ഹോമോലോഗസ് ക്രോമസോംസ് ആണ് ഇക്വേറ്ററിൽ വന്ന് 2 വീതം ഇരിക്കുന്നത്. ഒരു ഹോമസോമിൽ ഒരു സൈഡിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സും അടുത്ത ക്രോമസോമിൽ മറ്റേ പോളിൽ നിന്നാണ് സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്. തുടർന്ന് ആനാഫേസ് സ്റ്റേജ് ആണ്. അവിടെ നമുക്ക് അറിയാം സ്പിൻഡിൽ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്യുന്ന സ്റ്റേജാണ്. കണ്ടൻസ് ചെയ്യുമ്പോൾ ഹോമോലോഗസ് പെയറിൽ നിന്ന് ഓരോ ക്രോമസോം വീതം എത്ര ക്രോമസോം പെയർ ഉണ്ടോ അതിൽ നിന്നെല്ലാം ഓരോന്ന് വീതം 2 പോളിലേക്ക് മൂവ് ചെയ്യുന്നു സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ കണ്ടൻസേഷൻ മൂലം. തുടർന്ന് ടീലോഫേസ് 1 ആണ്. അവിടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ ചെയ്യുന്നു. ക്രോമസോം ക്രൊമാറ്റിൻ ആകുന്നു. ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെമ്പറൈനും റീ അപ്പിയർ ചെയ്യും. ദെൻ മിയോസിസ് 1 നടന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഒരു ഷോർട്ട് ഇന്റർകൈനസിസ് അവിടെ നടക്കുന്നു. വളരെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർകൈനസിസ് ആണ്. അവിടെ DNA റെപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇന്റർകൈനസിസിൽ നടക്കുന്നില്ല. ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ഫോർ മിയോസിസ് 2 ആണ്. അത് കഴിഞ്ഞ ഉടനെ അത് നേരെ പ്രോഫേസ് 2ലേക്ക്, അതായത് മിയോസിസ് 2ൽ 4 സബ് സ്റ്റേജിലെ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടീലോഫേസ് 2, അതിലെ പ്രോഫേസ് 2ൽ നടക്കുന്നു. ഇനി ഇവിടെ പറഞ്ഞോട്ടെ, മിയോസിസ് 1 എന്ന് പറയുന്നതിൽ നമുക്ക് എന്ത് കിട്ടി? 4 ക്രോമസോം ഉള്ള ഒരു സെല്ലാണ്. ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ മിയോസിസ് 1 കഴിയുമ്പം 2 ന്യൂക്ലിയസിനകത്ത് നമുക്ക് എന്ത് കിട്ടി? 2 ക്രോമസോം വീതം. അതായത് ന്യൂക്ലിയസ് ഹോമോലോഗസ് പെയർ ക്രോമസോംസിൽ നിന്ന് ഡിവിഷൻ നടക്കാതെ ഓരോന്നും 2 എൻഡിലോട്ടാണ് പോകുന്നത്. അതായത് റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് ക്രോമസോം ടേക്സ് പ്ലേസ് ഇൻ മിയോസിസ് 1. അതുകൊണ്ടാണ് നമ്മൾ മിയോസിസ് 1നെയാണ് സ്പെസിഫിക്കലി റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. അത് പറയാൻ കാരണം മിയോസിസ് 2 എന്ന് പറയുന്നത് എക്സാക്ട്ലി സിമിലർ ടു ദാറ്റ് ഓഫ് മൈറ്റോസിസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഡിവിഷൻ എന്ത് വിളിക്കും? ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് പറയുന്നത്. അപ്പം മിയോസിസ് 2ൽ പ്രോഫേസ് 2 ആണ് ആദ്യം നടക്കുന്നത്. പ്രോഫേസ് 2ൽ ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്യുന്നു. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നു. ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്ത് ക്രോമസോംസ് ആയിട്ട് മാറും. മെറ്റാഫേസിൽ ക്രോമസോംസ് ഇക്വേറ്ററിൽ വന്ന് അറേഞ്ച് ചെയ്യുന്നു. സ്പിൻഡിൽ ഫൈബേഴ്സ് കൈനറ്റോകോർ ഓഫ് ദ ക്രോമസോംസിൽ അറ്റാച്ച് ചെയ്യുന്നു. ദെൻ ഇക്വേറ്റർ, അതായത് മെറ്റാഫേസ് പ്ലേറ്റിൽ വന്ന് ക്രോമസോംസ് അറേഞ്ച് ചെയ്യുന്നു. ഇനി അനാഫേസ് സ്റ്റേജ് ആണ്. അവിടെ എന്താണ്, സെൻട്രോമിയറിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നു. ഓരോ ക്രോമസോമും സ്പ്ലിറ്റ് ചെയ്ത് 2 ആകുന്നു. സ്പിൻഡിൽ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ക്രോമസോം ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യും. ടീലോഫേസ് സ്റ്റേജിൽ വീണ്ടും സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ ചെയ്യുന്നു. ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെംബ്രെയിനും റീഅപ്പിയർ ചെയ്യുന്നു. ക്രോമസോം ക്രൊമാറ്റിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു റീപ്രൊഡക്റ്റീവ് സെൽ ഡിവിഷനാണ് മിയോസിസ് എന്ന് പറയുന്നത്. ഡിപ്ലോയിഡ് സെൽസിൽ മാത്രം നടക്കുന്ന ഡിവിഷനാണ് മിയോസിസ് എന്ന് പറയുന്നത്. ഒരു പേരന്റ് സെൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഡാറ്റർ സെൽസ് ആണ് മിയോസിസിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ടീലോഫേസ് 2 നടന്നു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് സൈറ്റോകൈനസിസ് നടക്കുകയും 4 ഡാറ്റർ സെൽസിന്റെ ഫോർമേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. ഓർഗാനിസം 2 തരത്തിലുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാപ്ലോയിഡ് ആണെങ്കിലും ഡിപ്ലോയിഡ് ആണെങ്കിലും. ഹാപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ കേസിൽ സൈഗോട്ടിലും ഡിപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ കേസിൽ ഗാമേറ്റ് ഫോർമേഷനും നടക്കുമ്പോഴാണ് മിയോസിസ് നടക്കുന്നത്. ഇവിടെ റീകോമ്പിനേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ക്യാരക്ടർ വേരിയേഷൻ ഉണ്ടായിരുന്നു. ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്നു, വേരിയേഷൻ ഉണ്ടാകുന്നു. ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഓഫ് ഇവല്യൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ട് വേണം എക്സാം.
സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൊണ്ട് നോക്കാം. ആദ്യം അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് സെൽ തിയറിയാണ്. സെൽ തിയറി നമുക്കറിയാം സ്ലീഡനും ഷ്വാനും കൂടെ കൊണ്ടുവന്നതാണ്. റുഡോൾഫ് വിർച്ചു ആണ് അത് മോഡിഫൈ ചെയ്തത്. ലിവിങ് ബോഡി സെല്ല് കൊണ്ടാണ്, കോശനിർമ്മിതമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ ബോഡി ഓഫ് ആൾ ലിവിങ് ഓർഗാനിസം ഈസ് കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. ദെൻ സെൽസ് ആർ അറൈസിങ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഇനി നമ്മൾ അതിനകത്ത് പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ നിങ്ങളത് ഏകദേശമൊക്കെ പഠിച്ചതാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ മൊന്യൂറൻസും ബാക്കിയുള്ള പ്രൊട്ടസ്റ്റൻസ് ഗ്രൂപ്പ്സും പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്. ലാർജസ്റ്റ് സെല്ല് നമുക്കറിയാം ഓസ്റ്റിച്ച് എഗ് സെല്ലാണ്. ലോങ്സ്റ്റ് സെൽ എന്ന് പറയുന്നത് നെർവ് സെല്ലാണ്. പിന്നെ ഇതിനകത്ത് പ്രോക്യാരിയോട്ടിക് സെല്ലിൽ എടുത്ത് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മീസോസോംസ് ആണ്. പ്ലാസ്മ മെമ്പറൈൻ ഫോൾഡ് ചെയ്തുണ്ടാകുന്ന വെസിക്കുലാർ ബോഡി അല്ലെങ്കിൽ ട്യൂബുലാർ ബോഡിയാണ്. ഇതിൽ തന്നെ നമുക്ക് ലാമല്ലയിലേക്ക് സ്ട്രക്ചർ എന്ന് പറയും. ഇതിൻ്റെ ഫംഗ്ഷൻ പ്രധാനമായിട്ടും സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ എൻസൈമാറ്റിക് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നു, റെസ്പിറേഷൻ്റെ സൈറ്റ് ആണെന്നാണ് പറയുന്നത്, DNA റെപ്ലിക്കേഷന് സഹായിക്കുന്നു, സെക്രീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷൻ നോക്കി വെക്കുക. പിന്നെ ബാക്ടീരിയയുടെയൊക്കെ കേസിൽ നമുക്കറിയാം ഫ്ലഗല്ലയുടെ പാർട്സ്, ഒരു ബേസൽ ബോഡി കാണും, ഒരു ഹുക്കിലേക്ക് സ്ട്രക്ചർ കാണും, പിന്നെ ഒരു ഫിലമെന്റ് കാണും. ഇതുകൂടാതെയുള്ള ബ്രിസിൽ ലൈക്ക് ഔട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയറി ഔട്ട് ഗ്രോത്ത് ആണ് സെക്സ്പിലി ആൻഡ് ഫിംബ്രിയ. ഫിംബ്രിയയുടെ ഫംഗ്ഷൻ ഓർത്ത് വയ്ക്കുക. പോസ്റ്റ് ബോഡിയിൽ അല്ലെങ്കിൽ ഏത് സബ്സ്ട്രേറ്റത്തിലാണോ സർവൈവ് ചെയ്യുന്നത് അവിടെ അറ്റാച്ച്മെന്റിന് സഹായിക്കുന്നു. പിന്നെ റൈബോസോംസ്, അതായത് പ്രോക്യാരിയോട്ടിക് സെല്ലിൽ റൈബോസോം 70S ആണ്. അതുപോലെ യൂക്കാരിയോട്ടിക് സെല്ലിൽ റൈബോസോം 80S ആണ്. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സമയത്ത് മെസ്സഞ്ചർ RNAയിൽ ഈ റൈബോസോംസ് ഒന്ന് അസംബിൾ ചെയ്യും. നമ്മളതിനെ പോളിസോം അല്ലെങ്കിൽ പോളി റൈബോസോംസ് എന്ന് പറയും. ആ സമയത്താണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. മറ്റ് ഗ്രാനുലാർ ബോഡീസ് ആണ് പ്രോക്യാരിയോട്ടിക് സെല്ലിലുള്ളത്. അതിനെ നമ്മൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയും. പലതരത്തിലുള്ള എന്താണ് ഫോസ്ഫേറ്റ് ഗ്രാനുകൾ, ലൈക്കോജൻ ഗ്രാനുൾസ്, ഗ്യാസ് വാക്യൂൾസ് ഇതൊക്കെയാണ്. യൂക്കാരിയോട്ടിക് സെല്ലിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് സെൽ മെമ്പറിൻ്റെ സ്ട്രക്ചർ, അതായത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡല്. സിംഗറും നിക്കോൾസണും കൊണ്ടുവന്ന ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. ഇവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം അവരുടെ ലിപ്പിഡ് ബൈലെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ ലിപ്പിഡ് ബൈലെയറിനകത്ത് ഇൻ്റഗ്രൽ ആയിട്ടും പെരിഫറൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് കാണപ്പെടുന്നത്. ദെൻ പ്ലാസ്മ മെമ്പറിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടാണ്. രണ്ട് തരത്തിലുള്ളൊരു ട്രാൻസ്പോർട്ട് ഉണ്ട്, പാസീവ് ട്രാൻസ്പോർട്ടും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും. പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് അനുകൂലമായി മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ടിനെയാണ് പാസീവ് എന്ന് പറയുന്നത്. എന്നാൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അത് എനർജി ഡിപ്പെൻഡൻറ്റ് പ്രോസസ്സാണ്. പിന്നെ നമുക്ക് അതിനകത്ത് എടുത്ത് പറയാനുള്ളത് സെൽ വാൾ. അപ്പോൾ നമുക്കറിയാം സെൽ വാൾ ഫോർമേഷൻ പ്രധാനമായിട്ട് സെൽ പ്ലേറ്റ്, പ്രൈമറി, സെക്കൻഡറി വാൾ ഫോർമേഷനാണ്. അതിൻ്റെ സെൽ വാൾ, അതായത് ആൽഗെ തൊട്ട് ഉള്ള പ്ലാന്റ് ഗ്രൂപ്പുകൾ പഠിക്കുമ്പം സെൽ വാൾ കണ്ടന്റ് എന്ന് പറയുന്നത് സെല്ലുലോസ്, ഗാലക്ടൻസ്, മന്നാൻസ്, കാൽസ്യം കാർബണേറ്റ്, പെക്റ്റിൻ, അങ്ങനെ പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് സെൽ വാളിനുള്ളത്. ഇനി നമുക്ക് ഓർക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എൻഡോമെമ്പറൈൻ സിസ്റ്റമാണ്. എൻഡോമെമ്പറൈൻ സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോംസും വാക്യൂൾസും. എന്തുകൊണ്ടാണ് എൻഡോമെമ്പറൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ്, ഈ 4 ഓർഗനലിസിൻ്റെ ഫങ്ഷൻസ് എന്ന് ഒരു കോർഡിനേറ്റഡ് നേച്ചറിലാണ് പോകുന്നത്. ആ ഒരു കോർഡിനേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ എൻഡോമെമ്പറൈൻ സിസ്റ്റം എന്ന് ഇതിനെ വിളിക്കുന്നത്. ഇതിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നമ്മൾ എടുത്തു പറയുന്ന 2 പോയിന്റ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോം ഉണ്ട്, സ്മൂത്തിനകത്ത് റൈബോസോം ആബ്സെന്റ് ആണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. റൈബോസോം ഉള്ളത് കൊണ്ട് സ്മൂത്തിൻ്റെ കേസിൽ നമുക്ക് അവിടെ എടുത്ത് പറയേണ്ട പോയിന്റ് ലിപ്പിഡ് സിന്തസിസ് ആണ്. ദെൻ ഗോൾഗി കോംപ്ലക്സിന് നമ്മളൊരു സെക്രട്ടറി ഓർഗനലെയാണെന്നാണ് പറയപ്പെടുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ പാക്കേജ് ചെയ്ത് ഡെലിവറി ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓർഗനലെ കൂടിയാണ്. ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോ ലിപ്പിഡ്സിൻ്റെയും ഫോർമേഷൻ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സൈറ്റ് കൂടിയാണ് ഗോൾഗി കോംപ്ലക്സ്. ലൈസോസോംസ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഹൈഡ്രോളൈസിങ് എൻസൈം, പ്രോട്ടീസ്, ലിപ്പേസ്, കാർബോഹൈഡ്രേറ്റ്സ് തുടങ്ങിയ പ്രോട്ടീൻ ഹൈഡ്രോളൈസിസ് നടത്തുന്ന എൻസൈംസിൻ്റെ സ്റ്റോറേജ് ഉള്ള ഒരു ഓർഗനലെയാണ് ലൈസോസോംസ് എന്ന് പറയുന്നത്. വാക്യൂൾ എന്ന് പറയുന്നതും സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന മെമ്പറൈൻ ബൗണ്ട് സ്പേസ് ആണ്. ഇതിൻ്റെ കവറിംഗ് മെമ്പറൈൻ ടോണോപ്ലാസ്റ്റ് ആണ്. കണ്ടന്റിനെ നമ്മൾ സെൽ സാപ്പ് എന്ന് പറയും. പിന്നെ മൈറ്റോകോൺട്രിയ ഡബിൾ മെമ്പറിൻ ബൗണ്ടഡ് ഓർഗനലെയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. ATP സിന്തസിസ്, ATP സ്റ്റോറേജ്, ATP ട്രാൻസ്ഫർ ഇത് ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ ഒരു സർക്കുലർ DNA ഉള്ളത് കൊണ്ട് മൈറ്റോകോൺട്രിയയ്ക്ക് അതിൻ്റെ കോപ്പീസിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. അതിന് നമ്മൾ സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്നാണ് പറയുന്നത്.
മറ്റൊരു ഓർഗനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് പ്ലാസ്റ്റിഡ്സ് ആണ്. പ്ലാസ്റ്റിഡ്സ് നമ്മൾ 3 തരത്തിൽ നമുക്കറിയാം: ല്യൂക്കോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്. ഇതിൽ ഒഴിവാക്കാതെ പഠിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ആണ് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആണ്. മെറ്റീരിയലിന്റെ സ്റ്റോറേജ് ആണ് മെയിൻ ഫംഗ്ഷൻ. സ്റ്റോറേജ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ ബേസിൽ ല്യൂക്കോപ്ലാസ്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ല്യൂക്കോപ്ലാസ്റ്റിൽ കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ അമൈലോപ്ലാസ്റ്റ് എന്ന് പറയും. ഓയിലി അല്ലെങ്കിൽ ലിപ്പിഡ് മെറ്റീരിയൽ ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനെ എലയോപ്ലാസ്റ്റ് എന്ന് പറയും. പിന്നെ നമുക്ക് പ്രോട്ടീൻ ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് അലിറോപ്ലാസ്റ്റ് എന്ന് പറയും. ദെൻ കളേർഡ് പ്ലാസ്റ്റിഡ്സ് ആണ് ക്രോമോപ്ലാസ്റ്റ്. പ്രധാനമായിട്ടും കെരോട്ടിനോയിഡ് പിഗ്മെന്റ് ആണ്. കെരോട്ടീൻസും സാന്തോഫിലുമാണ് പ്രധാനപ്പെട്ട പിഗ്മെന്റ്സ്. യെല്ലോ, ഓറഞ്ച്, റെഡ് കളറേഷൻ പ്ലാന്റ് ബോഡിക്ക് കൊടുക്കാൻ കാരണമാകുന്ന ഒന്നാണ് ക്രോമോപ്ലാസ്റ്റ്. ദെൻ ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ മെമ്പറൈൻ ബൗണ്ടഡ് ഓർഗനലെയാണ്. ഇന്റർ മെമ്പറൈൻ എൻക്ലോസ് ചെയ്യുന്ന മാട്രിക്സിന് സ്ട്രോമ എന്ന് പറയും. ഇതിനകത്ത് ഗ്രാനം, തൈലക്കോയിഡ്സ് ഉണ്ട്. ഇന്റർ കണക്ട് ചെയ്യുന്നത് സ്ട്രോമ ലാമെല്ല വഴിയാണ്. ഗ്രാനം തൈലക്കോയിഡ്സ് ആണ് ലൈറ്റ് റിയാക്ഷൻ്റെ സൈറ്റ് എന്ന് പറയുന്നത്. സ്ട്രോമയിൽ വെച്ചാണ് ഡാർക്ക് റിയാക്ഷൻ, ഫോട്ടോസിന്തസിന്റെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയുന്ന ഒരു പോയിന്റ് സൈറ്റോസ്കെലിട്ടൺ, അതായത് സീലിയ, ഫ്ലജല്ല തുടങ്ങിയവയുടെ പ്രോട്ടീൻ ഫൈബേഴ്സിനെ കുറിച്ചാണ്. ഇതിൻ്റെയൊക്കെ എന്താണ് സെക്ഷൻ എടുത്ത് വെച്ച് നോക്കിയാൽ പ്രധാനമായിട്ടും പ്ലാസ്മ മെമ്പറിൻ കവർ ചെയ്തുകൊണ്ട് ഒരു സെൻട്രൽ കോർ ഇതിനകത്ത് കാണാം. ആക്സോണിയും അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ മധ്യഭാഗത്ത് 2 മൈക്രോട്യൂബ്യൂൾസ് പരസ്പരം എന്താണ് ബ്രിഡ്ജസ് വഴി കണക്ട് ചെയ്യുന്നു. ഇത് എൻക്ലോസ് ചെയ്യുന്നത് ഒരു സെൻട്രൽ ഷീറ്റിനുള്ളിലാണ്. പെരിഫറലായിട്ട് 9 pairs ഓഫ് മൈക്രോട്യൂബ്യൂൾസ് ഡബ്ലെറ്റ്സ് ആയിട്ട് കാണാം. ഈ പെയേഴ്സിൽ നിന്ന് ഓരോ ട്യൂബ്യൂളും റേഡിയൽ സ്പോക്ക് വഴി സെൻട്രൽ ഷീത്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ സെൻട്രോസോമും സെൻട്രിയോൾസും അനിമൽ സെല്ലിലാണ് സെൻട്രോസോം കാണുന്നത്. ഇതുകൂടാതെ നമ്മൾ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ, ന്യൂക്ലിയസിന് ന്യൂക്ലിയർ മെമ്പറൈൻ, ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയോപ്ലാസത്തിൽ ന്യൂക്ലിയോളി, ക്രൊമാറ്റിൻ, ഇതിന്റെ സ്ട്രക്ചർ, അതിനകത്തുള്ള പ്രോട്ടീൻസ് ഇത്രയും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അല്ല മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സെൻട്രോമിയറിന്റെ പൊസിഷൻ അനുസരിച്ചുള്ള ക്രോമസോംസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സെൻട്രോമിയർ ക്രോമസോമിന്റെ മധ്യഭാഗത്താണെങ്കിൽ മെറ്റാസെൻട്രിക്, നിയർ ടു സെന്റർ ആണ് എങ്കിൽ അതിനെ നമ്മൾ സബ് മെറ്റാസെൻട്രിക്, നിയർ ദ ടിപ്പ് ആണ് എങ്കിൽ അക്രോസെൻട്രിക്, ടിപ്പിലാണ് എങ്കിൽ ടീലോസെൻട്രിക്. ക്രോമസോമിന്റെ ഡയഗ്രാം മനസ്സിലാക്കി വെക്കണം. ഈ സാറ്റലൈറ്റ് കണ്ടിട്ടുള്ള ക്രോമസോംസിന്റെ ഡയഗ്രാം ലേബിൾ ചെയ്യാൻ പഠിച്ചുകൊണ്ട് വെക്കണം. പിന്നെ മൈക്രോ ബോഡീസ് ആണ്. മൈക്രോ ബോഡീസ് എന്ന് പറയുന്നത് മെമ്പറൈൻ ബൗണ്ടറി വെസിക്കിൾസ് ആണ്. സൈറ്റോപ്ലാസത്തിലാണ് കാണപ്പെടുന്നത്. പലതരത്തിലുള്ള എൻസൈം സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചറാണ് മൈക്രോ ബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം, സൈലത്തിലൂടെ വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട് യൂണി ഡയറക്ഷനിലാണ്. ഫ്ലോയത്തിലൂടെ മെറ്റീരിയലിൻ്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് മൾട്ടി ഡയറക്ഷണൽ അല്ലെങ്കിൽ ബൈ ഡയറക്ഷണൽ നേച്ചറിലാണ് നടക്കുന്നതെന്നറിയാം. ഈ ട്രാൻസ്പോർട്ട് തുടക്കം മുതലൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പാസീവ് ട്രാൻസ്പോർട്ടും അതുപോലെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും. പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് അനുകൂലമായി ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്, ഒരു പ്രോട്ടീൻ കാരിയറിൻ്റെ സഹായത്തോടു കൂടി, പ്രോട്ടീൻ ചാനലിൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഈ പ്രോട്ടീൻ ചാനലിൻ്റെ സഹായത്തോട് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടുമായിട്ട് സിമിലർ ആണ് എന്ന് പറയാറുണ്ട്. ഇനി ഇവിടുത്തെ പ്രോട്ടീൻ ചാനൽസിന് നമ്മൾ പൊതുവെ പറയുന്നത്, അതായത് മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന മെമ്പറൈനിനകത്തുള്ള കാരിയേഴ്സ് ആണ്. അതിനെ നമ്മൾ പൊതുവെ പോറിൻസ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം വാട്ടർ ചാനൽസ്, അക്വാ പോറിൻസ് എന്ന് പറയുന്നത് ഏകദേശം വാട്ടർ ചാനൽസ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം 8 ടൈപ്പ് ഓഫ് അക്വാ പോറിൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കാരിയർ മോളിക്യൂൾ അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ ചാനൽ മോളിക്യൂൾസിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഒരു സമയം ഒരു വശത്തേക്ക് ഒരു മോളിക്യൂളിൻ്റെ ട്രാൻസ്പോർട്ടാണ് നടക്കുന്നതെങ്കിൽ നമ്മളതിന് യൂണിപോർട്ട് എന്ന് പറയും. എന്നാൽ ഒരേ വശത്തേക്ക് ഒന്നിൽ കൂടുതൽ മോളിക്യൂൾസ് ട്രാൻസ്പോർട്ടാണ് ഒരു ഡയറക്ഷനിലേക്ക് നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സിംപോർട്ട് എന്ന് പറയും. എന്നാൽ 2 വശത്തേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ മോളിക്യൂൾസിന് ട്രാൻസ്പോർട്ട് നടക്കുകയാണെങ്കിൽ നമ്മളതിനെ ആൻറ്റിപോർട്ട് എന്നാണ് പറയപ്പെടുന്നത്.
പിന്നെ നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാമല്ലേ? വാട്ടർ മോളിക്യൂളിന്റെ ഫ്രീ എനർജിയാണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന കമ്പോണൻസ് എന്ന് പറയുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ പ്രഷർ പൊട്ടൻഷ്യലും ആണ്. അപ്പൊ ഫ്രീ എനർജി, വാട്ടർ മോളിക്യൂളിന്റെ ഫ്രീ എനർജിയാണ് നമ്മൾ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്യുവർ വാട്ടറിൽ വാട്ടർ മോളിക്യൂൾ മാത്രമല്ലേ കാണത്തുള്ളൂ. അപ്പൊ അവിടെ എന്താണ് വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേറ്റസ്റ്റ് ആണ്, അതായത് അതിനകത്ത് സൊല്യൂട്ട് ഒന്നും ഇല്ല. അപ്പൊ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 0 ബാർസ് എന്നാണ്. 0 ബാർസ് എന്ന് വെച്ചാൽ അതിനകത്ത് വേറെ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴാണ് വേരിയേഷൻ ഉണ്ടാകുന്നത്, സൊല്യൂട്ട് ഒന്നും ഇല്ല. ഇനി നമുക്ക് അതിന്റെ കമ്പോണൻസ് പ്രധാനമായിട്ടും 2 തരത്തിലാണ്. വാട്ടർ പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്ററിനെ നമ്മൾ സൈ എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒരു ഗ്രീക്ക് സിമ്പലിലാണ്. ഇതിന്റെ പ്രഷർ യൂണിറ്റ് എന്ന് പറയപ്പെടുന്നത് പാസ്കൽ എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്കറിയാം പ്രധാന കമ്പോണൻസ് എന്ന് പറയുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലുമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി സൊല്യൂട്ടിന്റെ അത് ഓർത്ത് വയ്ക്കുക. സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പം സൊല്യൂട്ടും കൂടെ ആ ഒരു മീഡിയത്തിൽ, പ്യുവർ വാട്ടറിന്റെ മീഡിയത്തിൽ വരുന്നില്ലേ, അപ്പൊ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പം വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ആണ് വാട്ടർ പൊട്ടൻഷ്യൽ കുറയാൻ കാരണമാകുന്നത് എന്ന് പറയാം. അപ്പൊ ഈ വാട്ടർ പൊട്ടൻഷ്യൽ കുറയാൻ കാരണം ഡിസോൾവിങ് സൊല്യൂട്ട് ഇൻ ദിസ് മീഡിയം അല്ലേ, ഇതിനെയാണ് നമ്മൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കുറയുന്നു എന്ന് വെച്ചാൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുകയാണ്, അതോടൊപ്പം സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു, അപ്പൊ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ എന്ത് സംഭവിക്കുന്നു? വാട്ടർ പൊട്ടൻഷ്യൽ കുറയുന്നു. This magnitude of lowering water potential due to the dissolution of solute, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് എന്താ പറയാം? വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പൊ അവിടെ ഒന്ന് ഒരു സംശയം വരും. അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക, വാട്ടർ മാത്രമുള്ള മീഡിയത്തിൽ വാട്ടർ പൊട്ടൻഷ്യൽ വളരെ കൂടുതലായിരിക്കും. വാട്ടർ മാത്രമുള്ള മീഡിയത്തിലേക്ക് ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അവിടെ വാട്ടർ മോളിക്യൂൾ മാത്രമേ ഉള്ളൂ, വാട്ടർ പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. അവിടെ ഒരു സ്പൂൺ പഞ്ചസാര ലയിപ്പിക്കുകയാണ്, അതായത് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പം നേരത്തെ ഉള്ള മീഡിയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ അവിടെ കൊടുത്തു. സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുന്നു. അപ്പോൾ ഈ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുമ്പോഴാണ് വാട്ടർ പൊട്ടൻഷ്യൽ കുറയുന്നത്. അതിന് കാരണം ഡിസൊല്യൂഷൻ ഓഫ് സൊല്യൂട്ടാണ്. അതിനെയാണ് നമ്മൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷനിൽ അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇനി പ്രഷർ പൊട്ടൻഷ്യൽ, ഇപ്പം നമുക്കറിയാം വാട്ടറിന്റെ മൂവ്മെന്റ് ട്രാൻസ്പോർട്ടിന് ഒരു പ്രഷർ, ഒരു പോസിറ്റീവ് പ്രഷർ ഫാക്ടറാണ്. പ്രഷർ എപ്പോഴും സൊല്യൂട്ട് പൊട്ടൻഷ്യലിനെ പ്രൊമോട്ട് ചെയ്യത്തേ ഉള്ളൂ. അപ്പം നമുക്കറിയാം ഒരു പ്ലാന്റ് സെല്ലിനകത്ത് വാട്ടർ അബ്സോർബ് ചെയ്ത് വരികയാണ്. വാട്ടർ ഇങ്ങനെ കോശത്തിനകത്തേക്ക് വരുമ്പം ആ സൊല്യൂഷനകത്ത്, സെല്ലിൻ്റെ അകത്തുള്ള സൊല്യൂഷനകത്ത് ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും. ആ പ്രഷർ സെല്ലിന്റെ ടർജിഡിറ്റി കാരണമാകും. ആ പ്രഷറിനെയാണ് നമ്മൾ ടർഗർ പ്രഷർ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ടർഗർ പ്രഷർ തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ടർഗർ പ്രഷർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ, ഒരു സെല്ലിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് അതിന്റെ സൊല്യൂട്ട് പൊട്ടൻഷ്യലും അതോടൊപ്പം തന്നെ പ്രഷർ പൊട്ടൻഷ്യലുമാണ്. അതുകൊണ്ട് ആ റിലേഷൻഷിപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ ആണ്. നെക്സ്റ്റ് ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് എന്ന് വെച്ചാൽ സോൾവെന്റ് മോളിക്യൂൾസിന്റെ ട്രാൻസ്പോർട്ട് ഒരു സെമി പെർമെബിൾ മെമ്പറൈൻ വഴി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അനുകൂലമായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, ചേംബർ എയും ബിയും. അപ്പം സൊല്യൂട്ടിന്റെ അളവ് കൂടുമ്പം സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ, അവിടെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറയുന്നു, വാട്ടർ പൊട്ടൻഷ്യലും കുറയുന്നു. അതായത് സൊല്യൂട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് സൊല്യൂട്ടിന്റെ അളവ് കൂടുന്നു. അപ്പം സൊല്യൂട്ടിന്റെ പൊട്ടൻഷ്യൽ അവിടെ കുറയാണ്. സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുമ്പം എന്ത് പറയുന്നു? പൊട്ടൻഷ്യൽ കുറയുന്നു. ആ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, വാട്ടർ പൊട്ടൻഷ്യൽ കൂടുന്ന മീഡിയത്തിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുന്നു. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുന്നത് എപ്പോഴാണ്? സൊല്യൂട്ട് ലയിച്ചു ചേരുമ്പം, അതായത് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഒരു മീഡിയത്തിലേക്ക് സൊല്യൂട്ടിന്റെ അളവ് കൂടി വരുമ്പം സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു, സൊല്യൂട്ടിന്റെ പൊട്ടൻഷ്യൽ കുറയുന്നു. എന്തും കുറയുന്നു? വാട്ടർ പൊട്ടൻഷ്യലും കുറയുന്നു. ആ രീതിയിൽ വേണം ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് വരുന്നത്.
പിന്നെ നമുക്ക് ഒരു ലിവിങ് സെല്ലിനെ നമ്മൾ ഹൈപ്പോട്ടോണിക് ആൻഡ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കാം. നമുക്കറിയാം ഹൈപ്പോട്ടോണിക് എന്ന് പറയുമ്പം അവിടെ സൊല്യൂട്ടിന്റെ അളവ് സോൾവെന്റിന്റെ അളവിനെ അപേക്ഷിച്ച് കുറവാണ്. ഹൈപ്പർട്ടോണിക്കിലാണ് എങ്കിൽ സൊല്യൂട്ടിന്റെ അളവ് കൂടുതലാണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി. കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷൻ, അതാണ് ഹൈപ്പർട്ടോണിക് എന്ന് പറയുന്നത്. നമുക്ക് ബയോളജിക്കലി ഇവിടെ പറയാം സൊല്യൂട്ടിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും, സോൾവെന്റിന്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഹൈപ്പർട്ടോണിക്കിൽ ഹൈപ്പർ ആണ്, സൊല്യൂട്ട് ആണ് കൂടുതൽ, ഹൈപ്പോ ആണെങ്കിൽ സൊല്യൂട്ട് കുറവായിരിക്കും. ഈ ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ ഒരു ലിവിങ് പ്ലാന്റ്സിൽ നമ്മൾ ഡിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓസ്മോസിസ് നടക്കും. നമുക്കറിയാം ഓസ്മോസിസ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഓഫ് സോൾവെന്റ് ത്രൂ സെമി പെർമെബിൾ മെമ്പറൈൻ ആണ്. അപ്പോൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നമ്മളൊരു ലിവിങ് സെല്ല് ഡിപ്പ് ചെയ്യുമ്പം സൊല്യൂഷനിൽ നിന്നും വാട്ടർ സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ സെല്ലൊന്ന് വികസിക്കും. ഈ ഫിനോമിനൻ ഓസ്മോസിസ് ആണ്. അപ്പോൾ സെല്ലിനകത്തേക്ക് വെള്ളം കയറുമ്പോൾ സെല്ല് വികസിക്കുന്നു. അതിന് നമ്മൾ എൻഡോസ്മോസിസ് എന്ന് പറയും. അതേസമയം ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലാണ് നമ്മൾ ലിവിങ് സെല്ല് ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം സൊല്യൂഷനിൽ സോൾവെന്റിന്റെ അളവ് കുറവാണ്. കമ്പയർ ചെയ്യുമ്പോൾ, അതായത് സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂഷനിൽ സോൾവെന്റിന്റെ അളവ് കുറവാണ്. അപ്പം വാട്ടർ കൂടിയെടുത്തുനിന്ന് അല്ലെങ്കിൽ സോൾവെന്റ് കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്കല്ലേ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പം സെല്ലിൽ നിന്നും സോൾവെന്റ് എങ്ങോട്ട് പോകും? സൊല്യൂഷനിലേക്ക് പോകും. അപ്പം സെല്ലിൽ സംഭവിക്കും പ്രോട്ടോപ്ലാസത്തിന് ഒരു ശ്രിങ്കേജ് ഉണ്ടാകും. ഈ ഫിനോമിനന് സെല്ലിൽ നിന്നും ജലം അല്ലെങ്കിൽ സോൾവെന്റ് പുറത്തേക്ക് പോകുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? ശ്രിങ്കേജ്, ചുരുങ്ങുന്നു. പ്രോട്ടോപ്ലാസം ശ്രിങ്കേജ് ചെയ്യുന്നു. അപ്പൊ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് എക്സോസ്മോസിസ് എന്ന് പറയും. എക്സോസ്മോസിസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ശ്രിങ്കേജ് ഓഫ് പ്രോട്ടോപ്ലാസം ടേക്സ് പ്ലേസ്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്ലാസ്മോലിസിസ് എന്ന് പറയും. എന്നാൽ ഒരു ലിവിങ് സെല്ലിനെ നമ്മൾ ഒരു ഐസോട്ടോണിക് സൊല്യൂഷനിലാണ് ഇടുന്നതെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പിന്നെ ചേഞ്ചസ് ഒന്നും തന്നെ പ്രോട്ടോപ്ലാസത്തിന് വരുന്നില്ല. ഒന്നും ടർജിഡും ആകുന്നില്ല, ശ്രിങ്കേജും സംഭവിക്കുന്നില്ല. എക്സ്റ്റേണൽ സൊല്യൂഷൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സൈറ്റോപ്ലാസം ബാലൻസ് ചെയ്തു പോകുന്നു. അവിടെ ഐസോട്ടോണിക് സൊല്യൂഷനിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക് ഇംബൈബിഷൻ ആണ്. ഇംബൈബിഷൻ എന്ന് വെച്ചാൽ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഫിനോമിനൻ ആണ് ഇംബൈബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റെയിനി സീസണിലും വിന്റർ സീസണിലും ഒക്കെ വുഡൻ ഡോസും വിൻഡോസും ഒക്കെ ഓപ്പൺ ചെയ്യാൻ പ്രയാസമാണ്. കാരണം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്കറിയാം വുഡൻ ഡോർസും വിൻഡോസും സെല്ലുലോസ് ഉണ്ട്. ഈ സെല്ലുലോസ് ഹ്യൂമിഡിറ്റി ഉള്ള അറ്റ്മോസ്ഫിയർ ഹ്യൂമിഡ് ആണെങ്കിൽ അതിനകത്തുള്ള വാട്ടർ മോളിക്യൂളിനെ അബ്സോർബ് ചെയ്യും അല്ലേ. അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒന്ന് വികസിക്കും. അപ്പോൾ നമുക്ക് വുഡൻ ഡോർസും വിൻഡോസും ഓപ്പൺ ചെയ്യാൻ ഒരു പ്രയാസം നേരിടും. അപ്പോൾ ആ ഫിനോമിനനാണ് ഇംബൈബിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആണ്. നമുക്കറിയാം റൂട്ടിൽ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നു. മാസ് ഫ്ലോ അല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ ഹൈപ്പോത്തസിസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമുക്കറിയാം റൂട്ട് ഹെയർസ് അല്ലെങ്കിൽ റൂട്ടിന്റെ എപ്പിഡെർമിസ് വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടിന്റെ സൈലത്തിൽ എത്തണം. സൈലത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പോൾ അതും നമുക്ക് രണ്ട് മെത്തേഡ് അനുസരിച്ചാണ് പഠിച്ചിട്ടുള്ളത്. റൂട്ടിന്റെ എപ്പിഡെർമിസിൽ നിന്ന് റൂട്ടിന്റെ സൈലത്തിലേക്ക് വാട്ടറിന്റെ ട്രാൻസ്പോർട്ട് എത്താൻ സഹായിക്കുന്ന രണ്ട് മെത്തേഡാണ് അപ്പോപ്ലാസ്റ്റ് പാത്വേയും സിംപ്ലാസ്റ്റ് പാത്വേയും. അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്ന് വെച്ചാൽ വാട്ടറിന്റെ ട്രാൻസ്പോർട്ട് സെൽ വാൾ അല്ലെങ്കിൽ ഇന്റർസെല്ലുലാർ സ്പേസസ് വഴിയാണ് നടക്കുന്നതെങ്കിൽ അപ്പോപ്ലാസ്റ്റ് പാത്വേ എന്ന് പറയും. എന്നാൽ സൈറ്റോപ്ലാസ്മിക് കണക്ഷനായ പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണ് എപ്പിഡെർമിസിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ സൈലത്തിൽ എത്തുന്നതെങ്കിൽ നമ്മൾക്കതിന് സിംപ്ലാസ്റ്റ് പാത്വേ എന്ന് പറയും. ഏത് തരത്തിലുള്ള പാത്വേ ആണെങ്കിലും എൻഡോഡെർമൽ റീജിയനിൽ വരുമ്പോൾ നമ്മൾ അവിടെ എടുത്തു പറയുന്ന പോയിന്റ് എന്തുവാണ്? അതിനകത്ത് റേഡിയൽ ആൻഡ് ടാൻജൻഷ്യൽ വളരെ കാസ്പേരിയൻ തിക്കനിങ് ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് വാട്ടർ കടന്നു പോകത്തില്ല അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഒരു അനുകൂലനമുണ്ട് നേച്ചർ കൊടുത്തിരിക്കുന്ന തിൻവാൾഡ് സെൽസ് എൻഡോഡെർമിസിലുണ്ട്. അതിന് നമ്മൾ പാസേജ് സെൽ എന്ന് പറയും. അപ്പോൾ അവിടെ എത്തുമ്പോൾ മാത്രം ഈ സെല്ലിനകത്ത് സൈറ്റോപ്ലാസം വഴിയാണ് വാട്ടർ സെല്ലത്തിനകത്തേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോപ്ലാസ്റ്റ് ആണ് എങ്കിലും സിംപ്ലാസ്റ്റ് പാത്വേ ആണെങ്കിലും എൻഡോഡെർമൽ റീജിയനിൽ വരുമ്പോഴത്തേക്ക് അതെന്താണ്? ലിവിങ് കണ്ടന്റ് വഴി സിംപ്ലാസ്റ്റ് വഴിയായിരിക്കും ട്രാൻസ്പോർട്ട് നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ രണ്ട് ഡയഗ്രാം, ഈ ഡയഗ്രാം അപ്പോപ്ലാസ്റ്റ് സിംപ്ലാസ്റ്റ് കാണിക്കുന്നതാണ്. ഈ ഡയഗ്രാം തന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഡയഗ്രാം എന്തായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ നമുക്ക് ചില പ്ലാന്റ്സിനകത്ത് ഒരു അഡീഷണൽ സ്ട്രക്ചർ ഉണ്ട്. വാട്ടർ മിനറൽസ് അബ്സോർബ് ചെയ്യാനുള്ള അഡീഷണൽ സ്ട്രക്ചർ നമ്മൾ ലൈക്കൻസിൽ പഠിച്ചായിരുന്നു. മൈക്കോറൈസൽ അസോസിയേഷൻ, ഹെയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും ഫംഗസും തമ്മിലുള്ള അസോസിയേഷനാണ് മൈക്കോറൈസൽ അസോസിയേഷൻ. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത ഫംഗൽ ഹൈഫെ വളരെ പെട്ടെന്ന് നെറ്റ്വർക്ക് ആയിട്ട് സ്പ്രെഡ് ചെയ്യും. ലാർജ് സർഫസ് ഏരിയ ഉണ്ടാകും. ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ മിനറൽ അയോൺസും അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഈ ഫംഗൽ ഹൈഫയ്ക്കുണ്ട്. പകരം റൂട്ട് ഫംഗസിന് സിംബയോട്ടിക് അസോസിയേഷൻ അല്ലേ, റൂട്ട് ഫംഗസിന് എന്ത് കൊടുക്കുന്നുണ്ട്?
നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സും ഷുഗറും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പ്ലാന്റ്സിന് കൂടുതൽ എമൗണ്ട് വാട്ടറും മിനറൽ അയോൺസും അബ്സോർബ് ചെയ്യപ്പെടാനാണ് കാരണമാകുന്ന ഒരു റിലേഷൻഷിപ്പാണ് മൈക്കോറൈസയുടെ അസോസിയേഷൻ. നമ്മളവിടെ എടുത്തു പറയുന്ന ഒരു പോയിന്റ്, പൈനസിന്റെ സീഡ്സ്, ജിംനോസ്പെർമിയം പ്ലാന്റായ പൈനസിന്റെ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യത്തില്ല. എന്താണ്, മൈക്കോറൈസൽ അസോസിയേഷൻ ഇല്ല എങ്കിൽ ജെർമിനേറ്റ് ചെയ്യത്തില്ല. ഇനി സൈലത്തിൽ നിന്ന് വരുന്ന വാട്ടറിന്റെ അപ്വേർഡ് മൂവ്മെന്റ് അസെൻഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ റൂട്ടിലെ സൈലത്തിൽ വാട്ടർ അക്യുമുലേറ്റ് ചെയ്യുമ്പം ഒരു പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ റൂട്ടിന്റെ സൈലത്തിനകത്ത് അക്യുമുലേറ്റഡ് വാട്ടറിൽ ഡെവലപ്പ് ചെയ്യും. ഈ പ്രഷർ വാട്ടറിന്റെ അപ്വേർഡ് മൂവ്മെന്റിന് കാരണമാകും. ഇതിനെ നമ്മൾ റൂട്ട് പ്രഷർ എന്ന് പറയും. എന്നാൽ റൂട്ട് പ്രഷർ എന്ന് പറയുന്നത് വളരെ ടോളസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ വാട്ടറിന്റെ മൂവ്മെന്റ് നടക്കാൻ പര്യാപ്തമായിട്ടുള്ളൊരു പ്രഷറല്ല. അപ്പം റൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഷോർട്ട് പ്ലാന്റ്സിന്, ഹെർബേഷ്യസ് വിഭാഗത്തിലുള്ള പ്ലാന്റ്സിലെല്ലാം ഇത് എഫക്റ്റീവ് ആണ് എന്ന് പറയാം. അപ്പോൾ ഹയർ പ്ലാന്റ്സിൽ വാട്ടറിന്റെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ അപ്വേർഡ് മൂവ്മെന്റ് നടക്കുന്നതിന് കൊണ്ടുവന്ന തിയറിയാണ് കൊഹിഷൻ ടെൻഷൻ ട്രാൻസ്പിറേഷൻ പുൾ തിയറി എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാം സൈലം എന്ന് പറയുന്ന കണ്ടിന്യൂവസ് വാട്ടർ കോളമാണ്. അതിന് കാരണം വാട്ടറിന്റെ കൊഹിസീവ് ആൻഡ് അഡിസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പം കൊഹിഷനും അഡിഷനും അതാണ് സിമിലർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് കൊഹിഷൻ. സൈലം വാളും വാട്ടറും തമ്മിലുള്ള അട്രാക്ഷനാണ് നമ്മൾ അഡിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൊഹിസീവ് ആൻഡ് അഡിസീവ് പ്രോപ്പർട്ടി ഓഫ് വാട്ടറിന് എന്തിന് കാരണമാകുന്നു? ഒരു കണ്ടിന്യൂസ് വാട്ടർ കോളം സൈലത്തിൽ നിലനിൽക്കാൻ കാരണമാകുന്നു. ഇനി ട്രാൻസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ ലീവ്സിൽ നിന്നും വാട്ടർ വേപ്പറായിട്ട് ലീവ്സിൽ നിന്നും പോകുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? ഒരു പ്രഷർ, ട്രാൻസ്പിറേഷന്റെ ഫലമായിട്ട് ഒരു പുള്ള് മീസോഫിലിനകത്ത് ഉണ്ടാകുന്നു. ട്രാൻസ്പിറേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ പുള്ള് മീസോഫിലിൽ നിന്നും ശരിക്കും താഴേക്ക് പോകുന്നു. താഴേക്ക് പുഷ് ചെയ്യുമ്പം താഴെ കണ്ടിന്യൂസ് വാട്ടർ കോളം ഉണ്ട്. ഈ അവിടുത്തെ കൊഹിസീവ് ആൻഡ് അഡിസീവ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടറിനെ മുകളിലേക്ക് തള്ളാൻ സഹായിക്കുന്നു. അപ്പം ഈ രീതിയിൽ വളരെ ടാളസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനകത്തും വാട്ടറിന്റെ അപ്വേർഡ് മൂവ്മെന്റ് നടക്കും. ഈ പ്ലാന്റ് ബോഡിയിൽ എക്സ്ട്രാ വരുന്ന വാട്ടർ വേപ്പറായിട്ട് നഷ്ടപ്പെടുന്ന ഒരു ഫിനോമിനലാണ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ നടക്കുന്നത് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് വഴിയാണ്. അപ്പോൾ സ്റ്റൊമാറ്റൽ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യുന്ന സെൽസ് ഗാർഡ് സെൽസ് ആണ്. ഗാർഡ് സെൽസിന്റെ പ്രത്യേകത എന്താണ്? ഒരു ക്ലോറോഫിലേറ്റഡ് സെൽസ്, എപ്പിഡെർമിസിലുള്ള ഒരു ക്ലോറോഫിലേറ്റഡ് സെല്ലാണ്. ഗാർഡ് സെല്ല് ടർജിഡ് ആകുമ്പം സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നു. ഗാർഡ് സെല്ല് ഫ്ലാസിഡ് ആകുമ്പം സ്റ്റൊമാറ്റ ക്ലോസ്ഡ് ആകുന്നു. ഇനി നമുക്കിവിടെ ട്രാൻസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ്, എ കോംപ്രമൈസ്. ട്രാൻസ്പിറേഷൻ എന്തൊക്കെയാണ് പർപ്പസ്? ട്രാൻസ്പിറേഷൻ്റെ പർപ്പസ് എന്താണ്? ട്രാൻസ്പിറേഷൻ പുള്ള് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ്. അതുപോലെ വാട്ടർ ഫോട്ടോസിന്തസിസിന് സപ്ലൈ ചെയ്യാൻ കഴിയുന്നു. അതുപോലെ തന്നെ അത് വാട്ടറിനോടൊപ്പം തന്നെ മിനറൽസും അബ്സോർബ് ചെയ്യപ്പെടുന്നു. അത് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നു. ട്രാൻസ്പിറേഷൻ ഒരു കൂളിംഗ് ലീഫ് സർഫസ് അല്ലെങ്കിൽ ഒരു കൂളിംഗ് മിനറൽ അയോൺസിന്റെ ട്രാൻസ്ലൊക്കേഷൻ. ഇപ്പോൾ വാട്ടറിനെ പോലെ വാട്ടർ എന്ന് പറയുമ്പോൾ പാസീവ് അബ്സോർപ്ഷൻ വഴിയും ആക്റ്റീവ് അബ്സോർപ്ഷൻ വഴിയും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം വാട്ടർ പാസീവ് അബ്സോർപ്ഷൻ വഴിയാണ് റൂട്ടിൻ്റെ എപ്പിഡെർമിസിൽ എൻ്റർ ചെയ്യുന്നത്. അതുപോലെ എപ്പോഴും മിനറൽ അയോൺസും ആ രീതിയിൽ അബ്സോർബ് ചെയ്യണമെന്നില്ല. കാരണം സോയിലിനകത്ത് മിനറലിൻ്റെ കണ്ടന്റ് കമ്പാരേറ്റീവ്ലി പ്ലാന്റ് ബോഡി അപേക്ഷിച്ച് കുറവായിരിക്കും. ആ സമയത്ത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് നടക്കുന്നത്. എനർജി ഉപയോഗിച്ച് കാരിയർ ബോട്ടിൻ്റെ സഹായത്താൽ ലാർജ് എമൗണ്ട് ഓഫ് മിനറൽ അയോൺസിൻ്റെ അബ്സോർപ്ഷൻ ആയിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ മിനറലും റൂട്ടിനകത്ത് അല്ലെങ്കിൽ എപ്പിഡെർമൽ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്തേക്ക് എത്താൻ കാരണം എന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് മിനറൽ അയോൺസ് എന്ന് പറയുന്നത് പാസീവായിട്ടും എപ്പിഡെർമൽ സെൽസിനകത്തേക്ക് എത്താറുണ്ട്. എന്നാലും കൂടുതൽ എന്ന് പറയുന്നത് ആക്റ്റീവ് അപ്ടേക്ക് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി ഏത് തരത്തിലാണെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി അബ്സോർപ്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം പ്ലാസ്മ മെമ്പറിനിൽ ഒരു കാരിയർ പ്രോട്ടീൻ ഉണ്ട്. അതേപോലെ തന്നെ കാരിയർ പ്രോട്ടീൻ്റെ പ്രസൻസ് എൻഡോഡെർമൽ സെൽസിനകത്തുണ്ട്. അതിന് നമ്മൾ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഓഫ് എൻഡോഡെർമൽ സെൽസ് എന്ന് പറയും. ഇത് കൺട്രോൾ പോയിന്റ് ആണ്. പ്ലാന്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ആൻഡ് ദ ടൈപ്പ് ഓഫ് സൊല്യൂട്ട് ദാറ്റ് റീച്ച് ദ സൈലം. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ എൻഡോഡെർമൽ സെൽസിലുള്ള ട്രാൻസ്പോർട്ട് പ്രോട്ടീനെ നമ്മൾ കൺട്രോൾ പോയിന്റ് എന്ന് പറയപ്പെടുന്നത്. ഇനി ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്ന മിനറൽ അയോൺസിന്റെ ട്രാൻസ്ലൊക്കേഷൻ നടക്കുമ്പം എലമെന്റ്സ് പ്രധാനമായിട്ടും അയോൺസ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൈലത്തിനകത്തുകൂടെ വാട്ടറിലൂടെയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എലമെന്റ്സിന്റെ ഇത് ഏറ്റവും കൂടുതലായിട്ട് മിനറൽ അയോൺസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സിങ്ക് എന്ന് പറയുന്നത്
അപ്പോൾ സോയിൽ വാട്ടർ എന്ന് പറയുന്ന സോഴ്സിൽ നിന്നാണല്ലോ അബ്സോർബ് ചെയ്യപ്പെടുന്നത് ലാർജ് എമൗണ്ട് ഓഫ് മിനറൽ അയോൺസ്. അയോൺസിന്റെ സിങ്ക് എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് റീജിയൻ ആണ്, എപ്പിക്കൽ ലാറ്ററൽ മെരിസ്റ്റം. അതുപോലെ തന്നെ എങ്ങർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി, അതായത് എങ്ങർ ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, സീഡ്സ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ചില എലമെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾഡർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി, ലീവ്സ് ഒക്കെ ഇങ്ങനെ പഴുത്ത് വീഴത്തില്ല, സെൻസൻസ് സംഭവിച്ച ആ സമയത്ത് ചില എലമെന്റ്സ് റീമൊബിലൈസേഷൻ നടത്താറുണ്ട്. പ്രധാനമായിട്ട് സൾഫർ, നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ എലമെന്റ്സ് ആണ്. എന്നാൽ ഒരു പ്ലാന്റ് ബോഡിയുടെ സ്ട്രക്ചറൽ എലമെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കാൽസ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യം തുടങ്ങിയ എലമെന്റ്സിന് ഈ ഒരു റീമൊബിലൈസേഷൻ കപ്പാസിറ്റി ഉണ്ടാകാറില്ല. എന്നാൽ നമുക്കറിയാം സൈലത്തിനകത്തുകൂടെ പ്രധാനമായിട്ടും ഇൻഓർഗാനിക് ഫോമിലാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത്. ഫ്ലോയത്തിലൂടെയാണെങ്കിൽ ഓർഗാനിക് ഫോമിലാണ് ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നതെന്ന് നമ്മൾ പറയുമെങ്കിലും ചില സമയത്ത് അമിനോ ആസിഡിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഓർഗാനിക് കണ്ടന്റ് സൈലത്തിനകത്ത് കാണും. തിരിച്ച് ഓർഗാനിക് കണ്ടന്റുള്ള ഫ്ലോയത്തിനകത്ത് ഇൻഓർഗാനിക് കണ്ടന്റിന്റെ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ട്രാൻസ്ലോക്കേഷൻ സൈലത്തിലൂടെയുള്ള ഡയറക്ഷനെ നമ്മൾ യൂണി ഡയറക്ഷണൽ എന്നും ഫ്ലോയത്തിലൂടെയുള്ള ട്രാൻസ്ലോക്കേഷൻ നമ്മൾ ബൈ ഡയറക്ഷണൽ എന്നുമാണ് പറയപ്പെടുന്നത്. ഇതിൽ ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത് ഫ്ലോയം സാപ്പിലൂടെ നമുക്കറിയാം ഫുഡ് മെറ്റീരിയൽ, വാട്ടർ, അതോടൊപ്പം തന്നെ ഷുഗർ, ഹോർമോൺസ്, അമിനോ ആസിഡ്സ് ഇതെല്ലാം തന്നെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത് ഫ്ലോയത്തിലൂടെയാണ്. എന്നാൽ ഫ്ലോയത്തിലൂടെ ഈ ഒരു ട്രാൻസ്ലോക്കേഷൻ ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് മോളിക്യൂളിന് നമ്മളത് കൺവേർട്ട് ചെയ്ത് സൂക്രോസ് എന്ന രൂപത്തിലൂടെയാണ് ഫ്ലോയത്തിലൂടെ ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾ ചേർന്ന് സൂക്രോസ് ആയിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അപ്പം കമ്പാനിയൻ സെല്ലിൽ നിന്നും സി ട്യൂബിലോട്ട് വരുമ്പം അവിടെ ഒരു ഹൈപ്പർട്ടോണിക് കണ്ടീഷൻ റേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓസ്മോസിസ്, സൈലോം ഫ്ലോയും തമ്മിൽ ഓസ്മോസിസ് നടന്ന ഈ ഹൈപ്പർട്ടോണിക് കണ്ടീഷന് ഹൈപ്പോ ആക്കി ചേഞ്ച് ഫ്ലോയം വഴി ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത് സീവ് ട്യൂബ് വഴിയാണ്. കമ്പാനിയൻ സെല്ലിൽ നിന്നും സീവ് ട്യൂബിലേക്ക് ഫ്ലോയത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ഹൈപ്പർട്ടോണിക് കണ്ടീഷൻ ഉണ്ടാകും. അത് സോൾവ് ചെയ്യുന്നത് തൊട്ടടുത്ത സൈലവുമായിട്ട് ഓസ്മോസിസ് വഴി വാട്ടർ എൻ്റർ ചെയ്യുമ്പോഴാണ്. സീവ് ട്യൂബ് വഴിയാണ് ഫ്ലോയത്തിലൂടെ ട്രാൻസ്ലോക്കേഷൻ നടക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സീവ് ഏരിയ അല്ലെങ്കിൽ ക്രോസ് വാൾ ഉള്ളത് കൊണ്ട് സൈറ്റോപ്ലാസ്മിക് സ്റ്റാൻസ്, അതായത് പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻ വഴി ഫുഡ് മെറ്റീരിയൽ നല്ല രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അതായത് കണ്ടിന്യൂസ് ഫിലമെന്റ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ സീവ് ട്യൂബിൽ ഇൻക്രീസ് ചെയ്യും. ഫ്ലോയത്തിൻ്റെ സീവ് ട്യൂബിൽ ഇൻക്രീസ് ചെയ്യുകയും അവിടെ പ്രഷർ ഫ്ലോ അല്ലെങ്കിൽ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് അനുസരിച്ച് മാസ് ഫ്ലോ ആയിട്ട് അല്ലെങ്കിൽ ബൾക്കായിട്ട് ഫുഡ് മെറ്റീരിയൽ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ്, ഗഡ്ലിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയും. ഈ ഗഡ്ലിംഗ് എക്സ്പെരിമെൻറ്റിലൂടെ നമുക്കറിയാം ഫ്ലോയത്തിലൂടെയാണ് ഫുഡ് മെറ്റീരിയൽ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ഗഡ്ലിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്.